എന്ത്? നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഇവിടിപ്പോ ബാബുവിനെയാണ് പ്രതീക്ഷിച്ചത് അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത് ഞാൻ എഴുതിയതാണ്. നടുങ്ങണ്ട. എന്റെ കത്ത് നിരസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? അപ്പോ ബാബുവിനെ കാണാൻ നീ എവിടെ വേണമെങ്കിലും പോകും അല്ലേ? അത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രണ്ടിലും നിറഞ്ഞ നിന്നെ ഞാൻ വിടും. ഷാൻ, അവളെ വിടും. നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല. നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടർന്നത്. മര്യാദയ്ക്ക് പോകൂ. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ശരിയല്ല. ബാബുവിനെ ഇതുപോലെ നിർത്തി കൊടുക്ക്. എന്നിട്ട് നമ്മളടിക്ക്. കാണത്തെ ആര് ജയിക്കുമെന്ന്. All right. See you again. കുമാര, 20 വർഷക്കാലമായിട്ട് നീ ഗീതാ ബീഡി കമ്പനിയുടെ ഡ്രൈവറാണ്. ഇതുവരെ നിനക്കൊരു സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നിനക്ക് ഞാൻ കൈ നിറച്ച് പണം തരാം. മുതലാളി, ഇത്രയും കാലം അവരുടെ ചോറ് ഉപ്പും കൂട്ടി തിന്നവനാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന വഞ്ചനയല്ലേ? ഒരു വഞ്ചനയില്ലടാ. കടവിൽ കിട്ടുന്നത് കൈവിട്ട് കളയുന്നവൻ മണ്ടനാണ്. നീ വാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ. എന്താ മണത്ത് നോക്ക്. എന്താ? കഞ്ചാവ. നിന്റെ മുതലാളി ഇപ്പോ ബീഡി പാക്കറ്റിൽ വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കാണ് അല്ലേ? ഏമാനെ, എനിക്കൊന്നും അറിയില്ല ഏമാനെ. ഞാൻ പാവമാണേ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമാ. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നിന്നും കഞ്ചാവ് ബീഡി കയറ്റി അയച്ചു എന്ന് പറഞ്ഞാൽ അത്... മിസ്റ്റർ സോമൻ, നിങ്ങളുടെ വാനിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് കഞ്ചാവ് ബീഡിയാണ്. ആ നിലയ്ക്ക് എനിക്ക് നടപടി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ സ്റ്റോക്ക് പരിശോധിച്ച് കേസ് തീരുമാനമാകുന്നവരെ ഈ കമ്പനി പൂട്ടിയിട്ടേ പറ്റൂ. സാർ, എക്സ്ക്യൂസ് മീ. സോമനല്ലേ? ഞാൻ പ്രസാദ്. ഗീതാ ബീഡി കമ്പനിയിൽ നിന്ന് ഇപ്പൊ കയറ്റി അയക്കുന്നത്
ഗഞ്ചാവ് പീടിയാണെന്ന് കേട്ടല്ലോ. യു ഷട്ട് ക്ഷോഭിക്കണ്ട. കമ്പനി പൂട്ടിയെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ചിരിച്ചോളൂ. ഈ ചിരി ഏറെ താമസിയാതെ കരച്ചിലായി മാറും. ഈ സ്ഥാപനത്തെ തൽക്കാലം കരുതേച്ച് കാണിക്കാൻ തനിക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നേരിട്ട് കണ്ടോളൂ. വെയിറ്റ് ആൻഡ് സീ. എന്താ പാപ്പ? നമ്മള് വലിയൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. വരാൻ ഇത്ര വൈകും. തലയിൽ ചോറ് കൊടുത്തേച്ച് നീ കിടന്നോ. പാപ്പ കാലേ ശരട് കെട്ടണ്ടേ? അതൊരു പ്രാവശ്യം കെട്ടിയാൽ മതി എന്ന് നമ്മൾ എന്നോട് പറഞ്ഞില്ലേ. മയ്യെത്താവുന്നത് വരെ അതിന്റെ സക്കതി കാണും. നമ്മൾ എവിടെയാണെങ്കിലും ആരെങ്കിലും അന്നെ തൊട്ട ഞങ്ങളെ മണിയടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. ശരി പാപ്പ. ശരിമേ, പാപ്പ പുറത്തേക്ക് പോവാണ്. സൈലവനെ പൊന്നുപോലെ സൂക്ഷിച്ചോളണം. അതിന്റെ മാറ്റടിച്ച് നോക്കരുത്. നോക്കിയാ നമ്മളെ പണിയടിക്കും. എന്റെ പൊന്നു പാപ്പ, ഞാൻ പാപ്പയുടെ മോനല്ലേ, പിന്നെ ഞാൻ അവളെ അടുത്ത് പോവോ? ആ പെണ്ണ് നിന്റെ അടുത്ത് വന്നാലോ? ചിപ്പൊടി പുറത്തുനിന്ന് പറയും. കേട്ടില്ലെങ്കിൽ അവളെ ഒറ്റടിക്ക് സൂപ്പാക്കും. അപ്പൊ ഈ പാപ്പാന്റെ മോൻ തന്നെ. നമ്മൾ പോയിട്ട് വരാം. സൈനബാ, നിങ്ങൾ അപ്പുറത്ത് പോ. പാപ്പാന്റെ പണി അടിക്കും. അതേ മോട്ടി ഏത് ബാപ്പന്റെ പണി? നേരാ? നേര്. എന്നാ അതൊന്ന് കാണട്ടപ്പാ. അതങ്ങനെ വെറുതെ കാണിച്ചു തരാൻ പറ്റില്ല. ഇനി മുതൽ ബാപ്പയുടെ പണി അടിക്കില്ല, എന്റെ പണി അടിക്കും. വെറുതെയാ. സംശയം ഉണ്ടോ? തൊട്ടു നോക്ക്, തൊട്ടു നോക്കാൻ. അലാക്കിന്റെ പണി കിണുകിടാന്ന് അടിക്കണില്ല. അതാണ് ബാപ്പയുടെ മണിയും എന്റെ മണിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിനക്ക് കൂട്ടമണി അടിക്കുന്ന കേൾക്കണം. എങ്ങനെ കേൾക്കും? ഇങ്ങ് വാ, ഇങ്ങ് വരാൻ. ഇങ്ങോട്ട് വന്നേ, വരൂ. കൂട്ടമണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക്. ധൈര്യമായിട്ട് പിടിക്കാൻ. കെട്ടിപ്പിടിക്കാൻ. കൂട്ടമണി കേട്ടിട്ടേ നമ്മക്ക് കുളിര് കൂർന്ന്. കുളിര് കോരണോ? കുളിര് കണ്ടോ? സത്യം പറ, ഇത് സ്വർണ്ണമാണോ? അല്ല, ചെമ്പ്. എടി ഭയേ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവെന്നാണ് പറയണത്. നിനക്ക് സംശയം ഉണ്ടോ ഒന്ന് ഉരച്ചു നോക്കടി. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി? എടി പുറത്തിറങ്ങിയ തല പോകുന്ന കാര്യമാണ്. പ്രസാദങ്ങളിൽ തന്നതാ. ഇനിയും തരും. എന്തിന്? എടി ഗീതാ ബേഡിയും കയറ്റി കൊണ്ടുപോയ വാനിൽ വഴിക്ക് വെച്ച് പ്രസാദ് മുതലാളി കൊടുത്തയച്ച കഞ്ചാവ് ബേഡിയുടെ വണ്ടി ഞാൻ കയറ്റി. അതാണ് സെൻട്രൽ എക്സൈസ് പിടിച്ചത്. അയ്യോ കഷ്ടം. ദൈവകോപം ഉണ്ടാവും. ഒരു കോപവും ഉണ്ടാകത്തില്ല. 20 കൊല്ലമായി ഗീതാബേഡി കമ്പനിയിൽ വളയം പിടിക്കുന്ന ഞാന് ഇന്നും വളയം പിടിക്കുക. പണ്ട് വീട് തീർത്തുകൊണ്ടിരുന്ന സോമൻ ഇപ്പൊ വലിയ മുതലാളിയായി. അങ്ങനെ അവനെ വിടാൻ പറ്റുമോ? നമുക്കൊന്ന് സൂക്ഷിക്കാമോ നോക്കാൻ മതി. കേട്ടോ ഇത്രയും കാലമായിട്ട് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല. ഏതായാലും നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അറിയാതെ ഈ ചതി നടക്കൂല. ഏത് നരകത്തിൽ പോയി ഓടിച്ചാലും ആ ചെകുത്തനെ നമുക്ക് കണ്ടുപിടിക്കണം. അമീർ സാർ, അങ്ങനൊരു കാര്യം ചെയ്യും. എല്ലാവരും എണീക്ക്. നമ്മളെ ഒരത്ഭുത മണിയുണ്ട്. പഠിച്ചവനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും തൊടാ. കുതികാല് വീട്ടിനെ തൊട്ട ഉടനെ ആ മണി അടിക്കും. ഭീമാപ്പള്ളിയിൽ നിന്നും ഓതിക്കൊണ്ടുവന്ന മണിയാണ്. എല്ലാരും വഴിയായിട്ട് വഴിയായിട്ട് നിൽക്കോളൂ. എന്താണോ ഡ്രൈവറെ, ഡ്രൈവറെ ഇവിടെ ഇവിടെ എന്താണോ എനിക്ക് മാത്രമേ വർക്കാതെ നിൽക്ക് വഴി വഴി നിൽക്ക്. എല്ലാവരും ശരിയായിട്ട് നിന്നാ. ഇനി നമ്മള് ഓരോരുത്തർ തൊടാം.
ശരിയാണ്. അപ്പൊ അപ്പൊ നീയാണോടാ കുതികാല കുട്ടി ഇവിടെ വേണം സത്യം പറഞ്ഞോ? നീയാണോ വീടിന്റെ അകത്ത് കഞ്ചാവ് കഴിച്ചത്? അതെ, സോമനാളി ഇച്ചിരി കാഴ്ച അതുകൊണ്ടാ ഞാൻ അത് ചെയ്തത്. എന്ന ചോറിന് നന്ദി കാണിക്കാത്ത ഹിമാറെ അന്റെ മയ്യത്തെടുക്കാണ് വേണ്ടത്. പക്ഷെങ്കിൽ നീ ഒരു മനുഷ്യനായതുകൊണ്ട് അന്നെ നമ്മൾ ആശുപത്രിക്ക് കൊണ്ടുപോകും. നടക്കണോ? ആശുപത്രി കൂട്ടി കൊണ്ടുപോയതാണ്. എവിടെ കൊണ്ട് വിട്ടതാണെങ്കിലും ശരി, തല്ലിക്കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അമീതെ, സത്യം പറ, കുമാരൻ എങ്ങനെയാ മരിച്ചത്? ബഹുമാനായ തമ്പുരാനാണ് ഞമ്മക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇൻസ്പെക്ടർ, കുമാരനെ കുറെ തൊഴിലാളികൾ ചേർന്ന് തല്ലി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവന്റെ തലയ്ക്ക് ആരും ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടില്ല. ചില്ലറ മുറിവുകളോടെ ഹമീദ് അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടനെ തന്നെ അവൻ ആസ്പത്രിക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആരാണ് അവന്റെ കൂടെ പോയത്? ആശുപത്രിയല്ലേ നമ്മൾ പോയിരുന്നു. അതിന് ശേഷമാണ് കൊല നടന്നിട്ടുള്ളത്. ഹമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പറഞ്ഞു. ഹമീദ് സമാധാനമായിട്ട് പോകും, ഞാനുണ്ട്. ഇതാ ആരാണ് ഡ്രൈവർ? നീ എങ്ങനെ കൊന്നു? അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി പുറകെ കൂടെ ചെന്ന് ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടി കൊടുത്തു. ആള് ക്ലോസ്. മെടുക്കൻ. കൊലപാതക കുറ്റത്തിന് ഹമീദ് അകത്തായി. ജാമ്യം പോലും അവന് കിട്ടില്ല. അവന്റെ കാലക്കേട്. നാരായണ, നമ്മുടെ രഹസ്യം പുറത്തു വിട്ടത് കൊണ്ടാണ് ഡ്രൈവറെ തട്ടിയത്. ആ അനുഭവം നിനക്കുണ്ടാവരുത്. നീ കരയാൻ ശരിവാ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ ബാപ്പയെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരും. അവര് വാപ്പയെ വെറുതെ വിടുവോ? ഈ ബാപ്പയെ നിനക്ക് നല്ലോണം അറിയില്ലേ? അവര് മുതലാളിമാർ തമ്മിലുള്ള വഴക്കിന് ആ പ്രസാദ് ബാപ്പയെ ശരീരപ്പെടുത്തിയിട്ടുള്ള സത്യം പുറത്തു വരാതിരിക്കും. ഇക്ക വാപ്പന്റെ മണി മോട്ടിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഭീമപ്പള്ളിന്ന് ഓതിക്കൊണ്ടുവന്ന മണിയത്. എന്റെ സൈനബ, ഞാൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ബാപ്പയുടെ മണി ബാപ്പയുടെ തന്നെയുണ്ട്. അത് ആടിന്റെ കഴുത്ത് കിടന്ന മണിയാ. കള്ളം. കള്ളല്ല. നമ്മള് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബാപ്പ കണ്ടുപിടിച്ചൊരു സൂത്രാണ് ആ മണി. അപ്പൊ ഇക്കാന്റെ അരങ്ങേറ്റ ശബ്ദമോ? അതൊരു കൊച്ചു ഫോറിൻ അലാറാ. ഇതാ കണ്ടോ, നോക്ക്. ഞെക്കിയ മണി അടിക്കും. ഇതന്ന് എന്റെ മടിയിൽ വെച്ച് ഞെക്കിയത് കൊണ്ടാ അന്ന് കൂട്ടമണി അടിച്ചു. ശരിയമ്മേ മോനെ, ബാപ്പ ഞമ്മള് ജാമ്യത്തിൽ ഇറങ്ങി മോനെ. ഓഹോ, ഇൻഷാ അല്ലാഹ്. എന്നാലും മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് ഈ വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നടാ. ബാപ്പ വിഷമിക്കാതിരിക്കും. എങ്ങനെ വിഷമിക്കാതിരിക്കും മോനെ? കൊലക്കേസാണ്. എന്റെ ബാപ്പ ഒരിക്കലും ഒരു കൊലപാതകമായില്ലെന്ന് എനിക്കറിയാം. എന്റെ പഠിച്ചവനെ, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നീ ഇത് കാണുന്നില്ലേ പഠിച്ചവനെ? നീ ഇത് കാണുന്നില്ലേ? എനിക്ക് അഭിമാനമുണ്ട്. അച്ഛന്റെ തീരുമാനം എന്താണെന്ന് എനിക്കിന്നറിയണം. ഷാൻ, നീ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അല്പം കൂടി ക്ഷമിച്ചിരിക്കും. ഇല്ല, ഇനി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നെ തോൽപ്പിച്ചുകൊണ്ട് ബാബു ആ പെണ്ണിന്റെ കരുത്തിൽ താലികെട്ടി കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. ഷാൻ, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്യണം. അവളുടെ പേരിൽ കിറുക്ക് പിടിച്ചിട്ടൊന്നുമല്ല. ആണത്തുള്ള അച്ഛന്റെ മകൻ ഒരു ചെറ്റകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. പറയൂ, ഇക്കാര്യത്തിൽ അച്ഛനെ സഹായിക്കാമോ? ഷാൻ, ശരിയായാലും തെറ്റായാലും ഒരു രംഗത്തും നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്വാമനും ഗീതയും ബാബുവുമെല്ലാം നമ്മുടെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ്. അവരെ നശിപ്പിക്കേണ്ടത് എന്റെയും ആവശ്യമാണ്. നീ ധൈര്യമായിരിക്കും. ഞാൻ ജീവിച്ചിരുന്നാൽ സിന്ധു നിന്റേതായിരിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നീ ആയിരിക്കും. ഓ, പോയി ആഹാരം കഴിക്കും.
പോടാ. മുതലാളി മാപ്പാക്ക്, നമ്മളോട് മാപ്പാക്കണോ? മനസ്സാവാതെ അറിയാത്ത കാര്യത്തില് നമ്മൾ കൊലക്ക് കൊടുക്കരുത് മുതലാളി. നമ്മൾ പാവാണ്. ഹമീദേ, ഓ എഴുന്നേൽക്ക്. അല്ലാ. എടാ, ഓ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ വരരുത്, മനസ്സിലായോ? പണച്ച തമ്പുരാനാണ് നേര്, നമ്മൾ ചതിക്കാൻ വന്നതല്ല. സഹായിക്കാനും വരണ്ട. ഓ, ഈ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെയും പോകൂല. ആ നീ ഗീതാ ബീഡി കമ്പനിയിൽ ജോലിക്കാരനാണ്. നീ പോകേണ്ടത് അവിടെയാണ്. ഇതാ വീടിക്കമ്പിൽ നമ്മൾ മയ്യത്താകുന്നത് വരെ എങ്ങനെ പഠിക്കല് നമ്മൾ കാര്യം കുത്തൂല. ഒരാളുടെ ഉപ്പും ചോർന്നത് നമ്മളിനി ഈ കാലൊക്കെ കിടന്നോളാം. എടാ, നീ എത്ര ഉറക്കം മുട്ടിയാലും ഇവിടത്തെ വാതിൽ തുറക്കില്ല. നിന്റെ ഉള്ളും പുറവും കണ്ണും കണ്ണുനീരും കണ്ട് തഴമ്പിച്ചവനാണ് ഈ പ്രസാദ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാ നല്ലത്. നമ്മൾ പോണ്. പക്ഷെങ്കില് ഈരാ പേടിക്കമ്മിന്റെ പഠിക്കലേക്കല്ല, ഓടുന്ന തീവണ്ടിയുടെ മുമ്പിൽ. ഹമീദേ, ഓ ഇവിടെ വരൂ. താൻ എന്തുകൊണ്ടാണ് സോമനെ വിട്ടു വന്നിരിക്കുന്നത്? മുതലാളി, പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ചെകുത്താൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓഹോ, തനിക്ക് ഞാനെന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ചെയ്യാത്ത കുറ്റത്തിന് തൂക്കിലേറ്റാണ്ട് നോക്കണോ? അങ്ങനെ തന്നെ രക്ഷിച്ചാൽ മുതലാളിക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയും. ഞാൻ ഹമീദിനെ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് തരേണ്ട പ്രതിഫലം മരണത്തേക്കാൾ വിഷമമുള്ളതാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും. എങ്കിൽ നീ പഴയ രീതിയിൽ തന്നെ സോമന്റെ കമ്പനിയിലേക്ക് പോകണം. അവിടത്തെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി എന്നെ അറിയിക്കണം. നമ്മളേറ്റ് സത്യം ചെയ്യും. മുതലാളി, നമ്മളെ പേര് ഹമീദ് എന്നാണെങ്കിൽ മുതലാളി പറയും പോലെ നമ്മൾ ചെയ്യും. ഇത് സത്യം.